ഹായ്, എൻ്റെ പേര് ഡോക്ടർ സനീഷ്. ഒബസിറ്റി സീരീസിലെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ആൾക്കാർ ഇപ്പോൾ അത് കേട്ട് കാണും. നിങ്ങൾ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് വന്ന് കാണും. അപ്പം എന്താണ് ഫാറ്റി ലിവർ, അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, അതെങ്ങനെ ഒഴിവാക്കാം, ഇത് റിവേഴ്സിബിൾ ആണോ, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫാറ്റ് ഈ നമ്മുടെ ലിവറിൽ അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ലിവർ നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഒരു ഡീടോക്സിഫൈ ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ബോഡിയിലെ പ്രധാനപ്പെട്ട ഫാറ്റ് അതുപോലെയുള്ള പല കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ഉള്ള എക്സ്ട്രാ ആയിട്ടുള്ള ഷുഗർ അല്ലെങ്കിൽ ഫാറ്റ്, ഇതെല്ലാം നമ്മുടെ ലിവറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഫാറ്റി ലിവറിനെ പറ്റി പറയുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഫാറ്റി ഫുഡ് കഴിക്കുന്നത് കുറവാണല്ലോ, ഞാൻ ആൽക്കഹോൾ ഒന്നും കഴിക്കാറില്ലല്ലോ, എന്നാലും എനിക്ക് ഫാറ്റി ലിവർ എന്തുകൊണ്ടാണ് വരുന്നതെന്ന്. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായിട്ട്, ഫാറ്റി ലിവർ ഉള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ കാലത്ത് ആൽക്കഹോൾ അല്ല. അതായത് മദ്യപാനം കൊണ്ട് മാത്രമല്ല ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. മദ്യപാനം ഉള്ളവർക്ക് ഫാറ്റി ലിവർ വരാൻ ചാൻസ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് മദ്യപാനം മാത്രമല്ല ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ രണ്ടാമത്തെ കാരണം എന്തായിരിക്കും അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം? ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷുഗറാണ്, അതായത് കാർബോഹൈഡ്രേറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഷുഗർ, അത് നമ്മുടെ ലിവർ അതിനെ സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റായിട്ടാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, അതായത് ഷുഗറിൽ നിന്നും ഫാറ്റ് ഉണ്ടായിട്ട് അതാണ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ലിവറിൻ്റെ ഫാറ്റി സെൽസിനകത്ത്, ലിവറിൻ്റെ സെൽസിനകത്ത് ഈ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് അതിൽ നിന്നും എൻസൈംസ് പുറത്തേക്ക് വരും. അപ്പോൾ അതാണ് ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആൾക്കാർ പറയാം, നമ്മുടെ ALT കൂടി, ലിവർ എൻസൈം കൂടി എന്നൊക്കെ പറയുന്നത് ഈ ടെസ്റ്റ് ചെയ്യുമ്പം ആണ് നമ്മളത് കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഫാറ്റി സെൽസ്, അതായത് ഫാറ്റുള്ള ലിവറിലുള്ള ഫാറ്റ് സെൽസ് അല്ലെങ്കിൽ ലിവർ സെൽസ് തന്നെ ഇൻഫ്ലെയിംഡ് ആയിട്ട് അതിൽ നിന്നും എൻസൈംസ് പുറത്തേക്ക് വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഫാറ്റി ലിവർ ഒഴിവാക്കാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഷുഗർ, അതായത് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ചോറിലായാലും എല്ലാം ഫാറ്റ് ഷുഗറുണ്ട്. അപ്പോൾ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഷുഗർ കൂടി അടങ്ങിയ ആഹാരം നമ്മൾ കുറയ്ക്കണം, ചോറിൻ്റെ അളവ് കുറയ്ക്കണം. ഇതൊക്കെ തന്നെ ഫാറ്റി ലിവറിനെ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ പല ആൾക്കാരും നമ്മളെ പറയാറുണ്ട്, ഡീടോക്സിഫിക്കേഷൻ ചെയ്യണം, ലിവറിനെ പലതരം സാധനങ്ങൾ കഴിച്ചിട്ട് ആൻറ്റി ഓക്സിഡൻസ് കഴിക്കണം, ഇതുകൊണ്ടൊക്കെ തന്നെ ഫാറ്റി ലിവർ കുറയും എന്നുള്ളത്. ഇതിനൊന്നും വളരെ ശാസ്ത്രീയമായ അടിത്തറയുണ്ടെന്ന് തോന്നുന്നില്ല. ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണം ലിവർ സെല്ലിൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്നതാണ്. അപ്പോൾ അത് എവിടെ നിന്നാണ് ഫാറ്റ് വരുന്നത്? ഷുഗറിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്താൽ തന്നെ ഫാറ്റി ലിവർ ഒരു പരിധി വരെ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫാറ്റി ലിവറിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ ആൽക്കഹോൾ ഒരു മിതമായ രീതിയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാതെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ സ്റ്റേജാണ്. അപ്പോൾ അതൊരു പ്രോഗ്രസ് ചെയ്തിട്ടാണ് പിന്നെ സിറോസിസ് അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് മാറുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഈ ആഹാരങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കാർബോഹൈഡ്രേറ്റ്, അതായത് ഷുഗറിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുകയും നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ ആൽക്കഹോൾ, പിന്നെ നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ, ഇതൊക്കെ തന്നെ ലിവറിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു കൺട്രോള് നമ്മുടെ ഒരു ഡോക്ടറായിട്ട് സംസാരിച്ചിട്ട് കൺട്രോൾ ചെയ്താൽ തീർച്ചയായിട്ടും ഫാറ്റി ലിവർ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ലിവർ എന്ന് പറയുന്ന ഒരു ഓർഗൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വളരെയധികം റീജനറേഷൻ, അതായത് തിരിച്ച് പുനരുജ്ജീവിക്കാൻ സാധ്യതയുള്ള ഒരു ഓർഗനാണ്. അതിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ, ഇനീഷ്യലി വരുന്ന മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഒരു ചെറിയ ഡയറ്റിൽ കൂടെയും നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നതിലൂടെയും തീർച്ചയായിട്ടും നമുക്കത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു ഫൈനലായിട്ട് നമ്മൾ ഇതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടോട്ടൽ കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറയ്ക്കുക, നമ്മൾ മധുരമായിട്ട് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക,
സ്ഥിരമായിട്ട് ഡെയിലി നമ്മൾ ഒരുപോലെ മധുരങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക. വളരെ വൈകിയുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഷുഗർ കണ്ടൻറ്റും ഒക്കെ കൂടിയുള്ള ഒരു ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. പിന്നെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ബാക്കി ടിപ്സൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നോക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഫാറ്റി ലിവറിനെ നമുക്ക് പ്രതിരോധിക്കാനും വന്ന ഫാറ്റി ലിവർ ഇനിഷ്യൽ സ്റ്റേജിലാണെങ്കിൽ തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അമിതവണ്ണമുണ്ട്, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ ഷുഗറിൻ്റെ അളവ് വളരെ കൂടുതലാണെന്ന് നിങ്ങൾ തോന്നുമെങ്കിൽ ഒരു 10-40 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ബ്ലഡിലുള്ള ഈ ലിവറിൻ്റെ എൻസൈംസുകളെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് നമുക്കൊരു ഐഡിയ തരും നമ്മുടെ ലിവർ എൻസൈംസ് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും, നമുക്ക് ചെറുതായിട്ട് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും. ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഡയറ്റ് മോഡിഫൈ ചെയ്ത് നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതേപോലെ ആൽക്കഹോളിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക്സ്.